ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോഹങ്ങളും അലോഹങ്ങളുമാണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ NCERT പോയിന്റുകളും ഗ്രൂപ്പ് ഡിക്ക് വന്നിട്ടുള്ള PYQസും വെച്ചുകൊണ്ട് നമുക്ക് കോൺസെപ്റ്റുകൾ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഓർ എൻറിച്ച്മെൻറ്റ്? ഓർ എൻറിച്ച്മെൻറ്റ് എന്നുള്ളതാണ് ഇവിടെയുള്ള ടേം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ഈ ലോഹങ്ങൾ ചുറ്റുമുള്ള എലമെൻസുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള അവസ്ഥകളിലാണ് ഓക്സൈഡുകളായിട്ടും കാർബണേറ്റുകളായിട്ടും ക്ലോറൈഡുകളായിട്ടൊക്കെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവയിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് പല പ്രോസസ്സുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഓർ എൻറിച്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓർ എൻറിച്ച്മെൻറ്റ്. അപ്പോൾ മെറ്റലിൻ്റെ ഏത് മിനറലിൽ നിന്നാണോ നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, വേർതിരിച്ചെടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഓർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഓർ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സാണ്. ഹൈഡ്രോളിക് വാഷിംഗ്, ലീച്ചിങ്, ഇതൊക്കെ ഓർ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സാണ്. പക്ഷേ എന്തല്ല, ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് ഒരു ഓർ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഓർ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് അല്ല. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഹൈഡ്രോളിക് വാഷിംഗ്, ലീച്ചിങ്, ഇതൊക്കെ ഓർ എൻറിച്ച്മെൻറ്റ്, ശുദ്ധീകരണ പ്രോസസ്സായിട്ട് നമ്മൾ പറയാം. ഡ്രഡ്ജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മെറ്റലിനെ എടുക്കുന്നൊരു പ്രോസസ്സ് ഡ്രഡ്ജിങ് എന്നൊക്കെ പറയും. ശുദ്ധീകരിക്കുന്ന പ്രോസസ്സല്ല. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ കളർ ഓഫ് കോപ്പർ ഓക്സൈഡ് വെൻ ഇറ്റ് ഈസ് ആഡഡ് ടു ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ടു ഫോമിങ് ബ്ലൂ ഗ്രീൻ സൊല്യൂഷൻ? നമ്മൾ കോപ്പർ ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലൂ ഗ്രീൻ സൊല്യൂഷൻ, നീലയും പച്ചയും കലർന്നിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോപ്പർ ഓക്സൈഡിൻ്റെ കളർ എന്താണെന്ന് ഓൾറെഡി നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ചാപ്റ്റർ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരുന്നു. കോപ്പർ ഓക്സൈഡിൻ്റെ കളർ, കോപ്പർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് കോപ്പർ ഓക്സൈഡ് കിട്ടുന്നത്. NCERT ടെക്സ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെൻ കോപ്പർ ഈസ് ഹീറ്റഡ് ഇൻ എയർ ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കോപ്പർ ഓക്സൈഡ്, എ ബ്ലാക്ക് ഓക്സൈഡ്. ബ്ലാക്ക് ഓക്സൈഡ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കോപ്പർ ഓക്സൈഡിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറാണ്. കറുപ്പ് നിറത്തിലുള്ള ഓക്സൈഡാണ് കോപ്പർ ഓക്സൈഡ് വരെ. ഇത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പർ സൾഫേറ്റ് കിട്ടും. കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു കളറാണ് എന്ത്? ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പർ ഓക്സൈഡിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറാണ്. ഓർമ്മയിൽ വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. NCERT ടെക്സ്റ്റിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ചോദ്യത്തിൽ കോപ്പർ ഓക്സൈഡിൻ്റെ നിറമാണ് ചോദിച്ചിരിക്കുന്നത്, കറുപ്പാണ്. ഓപ്ഷൻ സി, ബ്ലാക്ക് ഈസ് ദ കളർ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ഇൻ റിലേഷൻ ടു ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ? മെറ്റലുകളുടെ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആണ്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുമ്പോൾ മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ, കുറഞ്ഞു വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിയാക്ടിവിറ്റി സീരീസ് കാണാം. NCERT ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസിൽ ആരൊക്കെയുണ്ട്? K എന്ന് പറയുന്ന പൊട്ടാസ്യം, Na സോഡിയം, Ca കാൽസ്യം, Mg മഗ്നീഷ്യം, Al അലൂമിനിയം, Zn സിങ്ക്, Fe അയൺ, Pb ലെഡ്, Cu കോപ്പർ, Ag സിൽവർ, Au ഗോൾഡ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മെറ്റൽസ്, ആദ്യം കാണുന്ന മെറ്റൽസ് എല്ലാം തന്നെ ഇലക്ട്രോലിസിസ് എന്നുള്ള പ്രോസസ്സ് വഴിയാണ് അതിനെ വേർതിരിക്കുന്നത്. ആദ്യം കാണുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നതാണ്. ഇലക്ട്രോലിസിസ്. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്ന മെറ്റൽസ്, മിഡിലുള്ള മെറ്റൽസിനെ നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? കാർബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള റിഡക്ഷൻ പ്രോസസ്സാണ്. ഏറ്റവും അവസാനം താഴെ കാണുന്ന മെറ്റൽസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അവർ മിക്കവാറും നാറ്റീവ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ മെത്തേഡൊന്നും അവരെ ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് വേണ്ട. അപ്പോൾ ആദ്യത്തെ 5 മെറ്റൽസിനെ നമ്മൾ ഇലക്ട്രോലിസിസ് വഴിയാണ്, പിന്നെ മിഡിലിൽ കാണുന്ന മെറ്റലിനെ കാർബൺ കൊണ്ടുള്ള റിഡക്ഷൻ പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യും. അവസാനമുള്ള മെറ്റൽസ് എന്ന് പറയുന്നത് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കും. മെറ്റൽ ഏറ്റവും കോൺസെൻട്രേഷനിൽ അടങ്ങിയിട്ടുള്ള മിനറലിനെയാണ് ഓർ എന്ന് വിളിക്കുക.
ആ മിനറലിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, അതിൻ്റെ എൻറിച്ച്മെൻറ്റ് നമ്മൾ നടത്തും. കോൺസെൻട്രേഷൻ ഓഫ് ഓറാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റിയെ നമ്മൾ ഇലക്ട്രോലിസിസ് എന്നുള്ള പ്രോസസ്സിലൂടെ പ്യുവർ മെറ്റലാക്കി എടുക്കും. മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി അത് കാർബണേറ്റ് ഓറും ഉണ്ടാവും, സൾഫൈഡ് ഓറും ഉണ്ടാവും. അതിനെ കാർബണേറ്റ് ഓറിനെ ചൂടാക്കുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. കാൽസിനേഷനിൽ ഓക്സിജൻ്റെ അഭാവത്തിലാണ് നമ്മൾ ചൂടാക്കുന്നത്. ഇനി സൾഫൈഡ് ഓറിനെ ചൂടാക്കുന്ന പ്രോസസ്സിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ് സൾഫൈഡ് ഓറിനെ ചൂടാക്കുന്നത്. അങ്ങനെ നമുക്ക് ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്സൈഡിനെ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മെറ്റലിനെ കിട്ടുക. ആ മെറ്റലിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കും. മെറ്റൽസ് ഓഫ് ലോ റിയാക്ടിവിറ്റി ആണെങ്കിൽ അത് മിക്കവാറും സൾഫൈഡ് ഓറുകളായിട്ടായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. അതിനെ ജസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്യും, ഹീറ്റ് ചെയ്യും. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഹീറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ കിട്ടും. അതിനെ റിഫൈൻ ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഓറുകളുടെ ഓരോ റിയാക്ടിവിറ്റി സീരീസിലുള്ള ഓർഡർ എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു കോഡ് ഓർത്ത് വെക്കുക. PSC, മേസിൽ, HC, MSG. ഇവിടെ H എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഒരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഹൈഡ്രജൻ ഒരു വാതകമാണ്, ഓർത്തിരിക്കുക. ബാക്കി എല്ലാം മെറ്റൽസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റേഷ്യോ നിങ്ങൾ ഓർത്തിരിക്കുക, 5:3:5. 5:3:5. ആദ്യത്തെ 5 മെറ്റൽസ് 1, 2, 3, 4, 5 അലൂമിനിയം വരെയുള്ള 5 മെറ്റൽസ് അവർ ഭയങ്കര റിയാക്റ്റീവാണ്. അവരെ ഏത് പ്രോസസ്സ് വഴിയാണ്? ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് വേർതിരിച്ചെടുക്കുന്നത്. അതിനുശേഷം വരുന്ന 3 മെറ്റൽസ് സിങ്ക്, അയൺ, ലെഡ്. ഈ 3 മെറ്റൽസിനെ കാർബൺ ഉപയോഗിച്ചു കൊണ്ടുള്ള റിഡക്ഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു റിഡക്ഷന് മുമ്പ് ചില സ്റ്റെപ്പുകളുണ്ട്. ഈ പറഞ്ഞ 3 മെറ്റൽസ് പ്രധാനമായിട്ടും കാർബണേറ്റ് അതുപോലെ തന്നെ സൾഫൈഡ് ഓറുകളായിട്ടായിരിക്കും പ്രകൃതിയിൽ അടങ്ങിയിട്ടുണ്ടാവുക. കാർബണേറ്റ്, സൾഫൈഡ്. ഇതിനെ ആദ്യം ഏത് രൂപത്തിലേക്ക് ആക്കി മാറ്റണം? ഓക്സൈഡ് രൂപത്തിലേക്ക് ആക്കി മാറ്റണം. കാർബണേറ്റിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. സൾഫൈഡിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചൂടാക്കുന്ന പ്രോസസ്സാണ് ഈ കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും. പക്ഷേ കാൽസിനേഷനിൽ ഓക്സിജൻ്റെ സാന്നിധ്യമില്ല. റോസ്റ്റിങ്ങിൽ എന്തുണ്ട്? ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ട്. ഓക്സിജൻ ഈസ് പ്രസൻറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, ദെൻ ഏറ്റവും അവസാനം കാണുന്ന ഈ മെറ്റൽസ് അവരുടെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്. എന്നാലും ഈ കാർബൺ അതുപോലെ തന്നെ കാർബൺ അല്ല, കോപ്പർ അതുപോലെ തന്നെ മെർക്കുറി, ഇതൊക്കെ ചില സൾഫൈഡ് ഓറുകളായിട്ട് അടങ്ങിയിട്ടുണ്ടാകും. അവരെയും റോസ്റ്റ് ചെയ്ത് റോസ്റ്റിങ്ങിന് വിധേയമാക്കി, സൾഫൈഡ് ഓർ ഉണ്ടെങ്കിൽ റോസ്റ്റിംഗ് ആണ്, റോസ്റ്റിങ്ങിന് വിധേയമാക്കി നമ്മൾ പ്യുവർ മെറ്റലാക്കി എടുക്കും. എങ്കിലും താഴെ കാണുന്ന ഈ മെറ്റൽസ് എന്ന് പറയുന്ന റിയാക്ടിവിറ്റി വളരെ കുറവാണ്. സോ ദേ ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ നേറ്റീവ് സ്റ്റേറ്റ്. പ്രകൃതിദത്തമായിട്ട് തന്നെ, പ്രത്യേകിച്ച് വലിയ പ്യൂരിഫിക്കേഷൻ ഒന്നും നടത്താതെ തന്നെ നമുക്ക് നേറ്റീവായിട്ട് ഇവരെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, കാൽസിനേഷൻ കാർബണേറ്റ് ഓർ, സൾഫൈഡ് റോസ്റ്റിംഗ്. റോസ്റ്റിങ്ങിൽ ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ട്, കാൽസിനേഷനിൽ ഓക്സിജൻ്റെ സാന്നിധ്യമില്ല. ഓക്കെ, യെസ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ഇൻ ദ റിലേഷൻ ടു ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ? ദ മെറ്റൽ വിച്ച് ലൈ ഹൈ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ആർ എക്സ്ട്രാക്റ്റഡ് ബൈ ഇലക്ട്രോലിസിസ്. ശരിയാണല്ലോ, ഇലക്ട്രോലിസിസ് വഴിയാണ് റിയാക്ടിവിറ്റി സീരീസിൽ മേലെയുള്ള മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദ മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി സീരീസ് എക്സിസ്റ്റ് ആസ് സൾഫൈഡ് ആൻഡ് കാർബണേറ്റ്സ് ഇൻ നേച്ചർ. ശരിയാണ്. ഇറ്റ് ഈസ് ഈസിയർ ടു എക്സ്ട്രാക്ട് എ മെറ്റൽ ഫ്രം ഇറ്റ് സൾഫൈഡ് ഇൻ കമ്പാരിസൺ ടു ഓക്സൈഡ്. അല്ല, ഓക്സൈഡിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം പിടിച്ച പ്രോസസ്സ്. അതുകൊണ്ട് നമ്മൾ സൾഫൈഡിനെയും കാർബണേറ്റിനെയും ആദ്യം എന്തിലേക്കാക്കി മാറ്റും? ഓക്സൈഡ് രൂപത്തിലേക്ക് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഓൺലി എ ആൻഡ് ബി. ഓൺലി എ ആൻഡ് ബി. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റാലിക് ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ് ടു മെറ്റൽസ് ബൈ ഹീറ്റിംഗ് അലോൺ? അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ചൂട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ റോസ്റ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലായിരിക്കും. എളുപ്പത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോസസ്സ് ഒന്നും ചെയ്യാതെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറയുന്ന ആളെ കാണുന്നുണ്ട്. മെർക്കുറി എന്ന് പറയുന്ന താഴെ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും താഴെ കാണുന്ന ആളാണ്. ഓക്കെ, ഇനി നമുക്ക് NCERT കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
എക്സ്ട്രാക്ടിങ് മെറ്റൽസ് ലോ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ്. ആക്ടിവിറ്റി സീരീസിൻ്റെ ഏറ്റവും താഴെ കിടന്ന മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതി. ഏറ്റവും താഴെ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് സിന്നബാർ എന്ന് പറയും, അത് മെർക്കുറിയുടെ ഒരു ഓറാണ്. ദെൻ അതുപോലെ തന്നെ കോപ്പറിൻ്റെ എക്സാമ്പിളും പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യം മെറ്റൽസ് ലോ ഇൻ ദ ആക്ടിവിറ്റി സീരീസ് ആർ വെരി അൺറിയാക്റ്റീവ്. ഇത് ഭയങ്കരമായിട്ടുള്ള അൺറിയാക്റ്റീവായിട്ടുള്ള ചുറ്റും കാണുന്ന എലമെൻസുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാത്ത മെറ്റൽസാണ്. ദ ഓക്സൈഡ്സ് ഓഫ് ദീസ് മെറ്റൽസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് മെറ്റൽസ് ബൈ ഹീറ്റിംഗ് അലോൺ. ചൂടാക്കുക എന്നുള്ള പ്രോസസ്സ് വഴി മാത്രം നമുക്ക് പ്യുവറായിട്ടുള്ള മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളായിട്ട് അവർ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? മെർക്കുറിയും കൊടുത്തിട്ടുണ്ട്, കോപ്പറും കൊടുത്തിട്ടുണ്ട്. മെർക്കുറി, കോപ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കിക്കേ. മെർക്കുറിക് ഓക്സൈഡിനെ ജസ്റ്റ് ചൂടാക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? മെർക്കുറി കിട്ടും. മെർക്കുറിക് ഓക്സൈഡിനെ ജസ്റ്റ് ചൂടാക്കുമ്പോഴേക്കും മെർക്കുറി കിട്ടും. അതുപോലെ തന്നെ കോപ്പർ ഓക്സൈഡിൻ്റെ കോപ്പർ സൾഫൈഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോഴേക്ക് കോപ്പർ കിട്ടും. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ് റിയാക്ടിവിറ്റി സീരീസിൻ്റെ താഴെ കാണുന്ന മെറ്റൽ എന്ന് പറയുന്നത്. ഹീറ്റിംഗ് മാത്രം മതി. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി, മെർക്കുറിക് ഓക്സൈഡ്. ഓപ്ഷൻ സി, മെർക്കുറിക് ഓക്സൈഡ്. അടുത്ത ചോദ്യം, വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് മെറ്റൽ ഓക്സൈഡ് ടു എക്സ്ട്രാക്ട് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ? കോപ്പർ സിൽവർ പോലെയുള്ള മെറ്റൽസ് ഏറ്റവും താഴെയാണ്. ജസ്റ്റ് ചൂടാക്കിയാൽ മതി അല്ലേ? ചൂടാക്കുക, ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ തെർമൽ അല്ലേ? തെർമൽ ഡീകമ്പോസിഷൻ. സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർബൺ ഉപയോഗിച്ചുകൊണ്ട് റിഡക്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? തെർമൽ ഡീകമ്പോസിഷൻ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് യൂസ്ഡ് ആസ് ആനോഡ് ഡ്യൂറിങ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിൽ നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കിട്ടിയ മെറ്റൽസിനെ ഒന്ന് ശുദ്ധിയാക്കി എടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പം നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുക്കും. ഒന്ന് കാഥോഡ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെടുക്കുന്നുണ്ട്? ആനോഡ് എടുക്കുന്നുണ്ട്. ഓർത്ത് വെക്കേണ്ട കാര്യം, ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ, അതായത് അഴുക്കുകളൊക്കെ ഉള്ള മെറ്റലിനെയാണ് നമ്മൾ ആനോഡായിട്ട് എടുക്കുക. പ്യുവർ ആയിട്ടുള്ള ശുദ്ധീകരിച്ച മെറ്റലിനെയാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കുക. ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് എടുക്കും, പ്യുവർ ആയിട്ടുള്ള മെറ്റലിനെ കാഥോഡായിട്ട് എടുക്കും. അപ്പോൾ ഈ ഒരു ആനോഡിൽ അടങ്ങിയിട്ടുള്ള ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ, മഡൊക്കെ തന്നെ ഇതിൻ്റെ താഴെ വന്ന് സെറ്റിൽ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ആനോഡ് മഡ് എന്ന് പറയും. അപ്പോൾ ഈ കാഥോഡിൽ എന്താണ്? ഒരു ചെറിയൊരു സ്ട്രിപ്പായിരിക്കും, പ്യുവർ മെറ്റലിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പായിരിക്കും കാഥോഡിലുള്ള. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പരീക്ഷാ പ്രാധാന്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഇംപ്യൂർ മെറ്റൽ, ശുദ്ധമല്ലാത്ത മെറ്റൽ എന്താണ്? ആനോഡാണ്. ഇംപ്യൂർ മെറ്റൽ ആനോഡാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ആനകൾ എപ്പോഴും ഇങ്ങനെ മണ്ണിൽ നിന്നൊക്കെ കളിക്കുന്ന കാണാം അല്ലേ? ചളിയിലൊക്കെ പോയി കളിക്കുന്ന കാണാം. ആന ചളിയിൽ കളിക്കുകയാണ്, അല്ലെങ്കിൽ ആന അതിൻ്റെ ശരീരത്തിലൊക്കെ പൊടിയൊക്കെ ആക്കിയിട്ടുണ്ട്, ചളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇംപ്യൂർ ആനോഡ്. പ്യുവർ എന്താണ്? കാഥോഡ്. പ്യുവർ കാറ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഈ പൂച്ചകൾ എപ്പോഴും സ്വന്തം ശരീരം നക്കി തുടച്ച് വൃത്തിയാക്കി ഭയങ്കര വൃത്തിയുള്ളവരാണ് അല്ലേ? അപ്പോൾ പ്യുവർ മെറ്റൽ കാഥോഡ്, ഇംപ്യൂർ മെറ്റൽ ആനോഡ്. ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ടത് ഇംപ്യൂർ മെറ്റൽ ആനോഡ്, പ്യുവർ മെറ്റൽ കാഥോഡ്. അപ്പോൾ ഇവിടെ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എ സ്ട്രിപ്പ് ഓഫ് ഇംപ്യൂർ മെറ്റൽ ടു ബി റിഫൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ശുദ്ധിയാക്കേണ്ട ഇംപ്യൂർ മെറ്റലാണ് നമ്മൾ ആനോഡായിട്ട് എടുക്കേണ്ടത്. ആനോഡിന് എന്ത് ചാർജാണ്? ആനയോൺ പോകുന്നത് എങ്ങോട്ടാണോ അതാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡിന് പോസിറ്റീവ് ചാർജാണ്, കാഥോഡിന് നെഗറ്റീവ് ചാർജാണ്. ആനോഡിന് പോസിറ്റീവ്, കാഥോഡിന് നെഗറ്റീവ്. ഓക്കെ, യെസ്. The sulfide ore of the metal which lie in the middle of activity series are converted to oxide. The necessary condition for this. സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ആക്കുന്നതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയാം. റോസ്റ്റിങ്ങിൽ എന്ത് വേണം? എക്സസ് എയർ ആണ്. എസ് കണക്ട് ചെയ്ത് വെക്കുക. എക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുക? ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഓക്സിജൻ്റെ സാന്നിധ്യമുള്ള ചൂടാക്കൽ പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് എക്സസ് എയർ. ഓക്കെ, ശരി.
വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ് ഫോർ എക്സ്ട്രാക്ടിങ് മോഡറേറ്റ്ലി എന്ന് പറയുമ്പോൾ മിഡിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ത് ചെയ്യും അവരെ? കെമിക്കൽ റിഡക്ഷൻ ഓഫ് ദ ഓർ യൂസിങ് കാർബൺ ബേസ്ഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അതിനെ ആദ്യം ഓക്സൈഡാക്കി മാറ്റും, ഓക്സൈഡിനെ കാർബൺ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും. ഇതാണ് മിഡിലുള്ള അല്ലെങ്കിൽ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സീക്വൻസ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓർ? മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി എന്താണ്? ആദ്യം നമ്മൾ മെറ്റലിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഓറിൽ നിന്ന് മെറ്റലിനെ റെഡ്യൂസ് ചെയ്യും. ആ റെഡ്യൂസ് ചെയ്ത് കിട്ടിയിട്ടുള്ള മെറ്റലിനെ നമ്മൾ എന്തിനു വിധേയമാക്കും? ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതിനെയാണ് റിഫൈനിങ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ നടത്തിയിട്ടുള്ള മെറ്റൽ ഓറിൽ നിന്ന് അതിനെ മെറ്റലിനെ റെഡ്യൂസ് ചെയ്തെടുക്കും. എങ്കിലും അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്നിട്ട് റിഫൈൻ ചെയ്തെടുക്കും. ഓപ്ഷൻ സി. ആനോഡൈസിങ് ഈസ് എ ടിപ്പിക്കലി പെർഫോംഡ് ഓൺ വിച്ച് മെറ്റൽ? ആനോഡൈസിങ് എന്ന് പറയുന്നത് ഏതിലാണ് പെർഫോം ചെയ്യുന്നത്? NCERT പറയുന്ന ഒരു കാര്യമുണ്ട്. ആനോഡൈസിങ് ഈസ് എ പ്രോസസ് ഓഫ് ഫോമിങ് എ തിക്ക് ഓക്സൈഡ് ലെയർ ഓഫ് അലൂമിനിയം. ആനോഡൈസിങ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ മേലെ ഒരു തിക്കായിട്ടുള്ള കട്ടിയുള്ള ഓക്സൈഡിൻ്റെ ലെയർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ആനോഡൈസിങ് എന്ന് പറയുന്നത്. അലൂമിനിയം ഡെവലപ്സ് എ തിൻ ഓക്സൈഡ് ലെയർ വെൻ എക്സ്പോസ് ടു എയർ. അലൂമിനിയം നമ്മൾ പുറമേ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ ആയിട്ട് ചെറിയ കട്ടി കുറഞ്ഞ ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടാവും. ദിസ് അലൂമിനിയം ഓക്സൈഡ് കോട്ട് മേക്സ് ഇറ്റ് റെസിസ്റ്റൻറ്റ് ടു ഫർദർ കൊറോഷൻ. ഈ തുരുമ്പ് എടുക്കുന്നതിൽ നിന്ന് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഈ അലൂമിനിയം ഓക്സൈഡിൻ്റെ ഈ കോട്ടിംഗ് ആണ്. ദ റെസിസ്റ്റൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഫർദർ ബൈ മേക്കിംഗ് ദ ഓക്സൈഡ് ലെയർ തിക്കർ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നത് ആദ്യം എന്താണ്? തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. അതിനെ നമുക്ക് കട്ടി കൂടിയതാക്കി മാറ്റിയാൽ ഒന്നുകൂടി നന്നായിട്ട് ഈ ഒരു തുരുമ്പെടുക്കൽ എന്നുള്ള പ്രോസസ്സിൽ നിന്ന്, കൊറോഷനിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും തിക്കാക്കി കഴിഞ്ഞാൽ. ഡ്യൂറിങ് ആനോഡൈസിങ് എ ക്ലീൻ അലൂമിനിയം പാർട്ടിക്കിൾ ഈസ് മെയ്ഡ് ദ ആനോഡ് ആൻഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ആനോഡൈസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്യുവറായിട്ടുള്ള അലൂമിനിയം ആർട്ടിക്കിളിനെ ആനോഡാക്കി മാറ്റും. എന്നിട്ട് അതിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഇലക്ട്രോലൈസ് ചെയ്യും. ഓക്സിജൻ ഗ്യാസ് ഇവോൾവ്ഡ് അറ്റ് ആനോഡ് റിയാക്ട് വിത്ത് അലൂമിനിയം. ഈ ആനോഡിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവും. ഈ ഓക്സിജൻ അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കട്ടിയുള്ള പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഓക്സൈഡ് ലെയർ ഉണ്ടാവും. ദിസ് ഓക്സൈഡ് ലെയർ ക്യാൻ ബി ഡൈഡ് ഈസിലി ടു ഗീവ് അലൂമിനിയം ആർട്ടിക്കിൾസ് ആൻഡ് അട്രാക്റ്റീവ് ഫിനിഷ്. അപ്പോൾ കട്ടി കുറഞ്ഞ ലെയർ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ് അലൂമിനിയത്തിൻ്റെ മേലെ. അതിനെ കട്ടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മികച്ചതാക്കി മാറ്റാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനോഡൈസിങ്. അപ്പോൾ ആനോഡൈസിങ് ഏത് മെറ്റലിനാണ്? അലൂമിനിയം. ആനോഡൈസിങ് അലൂമിനിയം എന്നുള്ള മെറ്റലിനാണ് പറഞ്ഞിട്ടുള്ളത്. എ കണക്ഷൻ ഓർത്ത് വെക്കുക. ആനോഡൈസിങ് അലൂമിനിയം. ആനോഡൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടി കുറഞ്ഞ ഓക്സൈഡ് ലെയറിനെ കട്ടി കൂടുതലാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആനോഡൈസിങ് എന്ന് പറയുന്നത്. ഏത് മെറ്റലിൽ? അലൂമിനിയം എന്നുള്ള മെറ്റലിൽ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഓർ ഈസ് പൈറൈറ്റ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കണം, സൾഫൈഡ് അയണിൻ്റെ സൾഫൈഡിനെയൊക്കെയാണ് നമ്മൾ അയൺ പൈറൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. കോപ്പർ സൾഫൈഡിനെ കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറയും. പൈറൈറ്റ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക സൾഫൈഡ് എന്നാണ്. എങ്ങനെ ഓർത്ത് വെക്കുക? ഈ പൈറൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പൈററ്റ്സ് ഓഫ് കരീബിയൻ എന്നുള്ള ആ ഒരു സിനിമയായിരിക്കും. പൈററ്റ്സ് ഓഫ് കരീബിയൻ, അതിലെ ഒരു കഥാപാത്രമാണ് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന് പറയുന്നത്. സ്പാരോ അല്ലേ? ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. അപ്പോൾ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫൈഡാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, ഓർമ്മിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. പൈറൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഓർമ്മയുള്ള കാര്യം എന്ന് പറയുന്നത് പൈററ്റ്സ് ഓഫ് കരീബിയൻ എന്നുള്ള സിനിമയായിരിക്കും. അപ്പോൾ അതിലൂടെ സൾഫൈഡുകളെയാണ് നമ്മൾ പൈറൈറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. വിച്ച് മെറ്റൽ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് അബവ് കോപ്പർ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ്? നമ്മുടെ കോഡ് എന്താ? PSC മേസിൽ HCMSG എന്നാണ്. ഇതാണ് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത്. കോപ്പറിൻ്റെ മുകളിൽ ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ ഒരു വാതകമാണ്, മെറ്റൽ അല്ല. ഒരു റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഹൈഡ്രജൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്? ഒരു മെറ്റലായിട്ടുള്ള ലെഡ് ഉണ്ട്.
അപ്പോൾ കോപ്പറിൻ്റെ മേലെയായിട്ട് നമുക്കുള്ള മെറ്റൽ ഏതാണ്? ലെഡാണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഹൗ ആർ ദ മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ടിവിറ്റി സീരീസ് യൂഷ്വലി എക്സ്ട്രാക്റ്റഡ്? മിഡിലുള്ള മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാർബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള റിഡക്ഷൻ ആണ്. ആദ്യം അവരുടെ കാർബണേറ്റിനെയും സൾഫൈഡിനെയും ഓക്സൈഡാക്കി മാറ്റും. എന്നിട്ട് ആ ഓക്സൈഡിനെ കാർബൺ ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ മെറ്റൽ കിട്ടും. ആ മെറ്റലിനെ ഒന്നുകൂടി ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറയുന്നത്. അതിലൊരു ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഉണ്ട്. അവിടെ നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ ആനോഡാക്കും. ആന ചളി കിടന്ന് കളിക്കുന്നത് ഓർത്ത് വെച്ചാൽ മതി. ഇംപ്യൂർ മെറ്റൽ ആനോഡ്, പ്യുവർ എന്താണ്? കാഥോഡ്. പൂച്ച എപ്പോഴും വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. പ്യുവർ കാറ്റ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. The reactivity series, also known as the activity series, is a list of metals arranged in the order of decreasing reactivity. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളവൻ ആദ്യം, പൊട്ടാസ്യം ആദ്യം, ഏറ്റവും കുറവുള്ളവൻ ഏറ്റവും താഴെ. ഓക്കെ, പൊട്ടാസ്യത്തിൽ നിന്ന് താഴേക്ക്. ഡിക്രീസിങ് റിയാക്ടിവിറ്റി. ഡിക്രീസിങ് റിയാക്ടിവിറ്റി. ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഓക്സൈഡ് യൂസ്ഡ് അലോങ് വിത്ത് അലൂമിനിയം ഇൻ തെർമൈറ്റ് റിയാക്ഷൻ? തെർമൈറ്റ് റിയാക്ഷൻ എന്നുള്ള പ്രോസസ്സ് NCERT പറയുന്നുണ്ട്. തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയേണിൻ്റെ ഓക്സൈഡ് എടുക്കുകയാണ്, Fe2O3. അതിനെ അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, റിയാക്ടിവിറ്റി സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം എന്ന് പറയുന്നത് അയേണിനേക്കാൾ മുകളിലാണ്. എന്ന് വെച്ചാൽ അലൂമിനിയത്തിന് അയേണിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള റിയാക്ടിവിറ്റി ഉണ്ട്. നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പഠിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ അലൂമിനിയം റിയാക്ടിവിറ്റി കുറഞ്ഞ അയേണിനെ അയാളുടെ ഓക്സൈഡിൽ നിന്ന് തട്ടിപ്പായിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? അയേണും കിട്ടും, അലൂമിനിയം ഓക്സൈഡും കിട്ടും. അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് എനർജി, ഭയങ്കരമായിട്ടുള്ള തെർമൽ എനർജി കിട്ടും. ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. തെർമൈറ്റ് റിയാക്ഷൻ. തെർമൈറ്റ് റിയാക്ഷൻ നമ്മൾ റെയിൽ പാളങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കാനായിട്ട്, ഭയങ്കരമായിട്ടുള്ള താപം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെയിൽ പാളങ്ങൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഈ തെർമൈറ്റ് റിയാക്ഷൻ. യൂസ് ടു ജോയിൻ റെയിൽവേ ട്രാക്സ് ഓർ ക്രാക്ക്ഡ് മെഷീൻ പാർട്ട്. പൊട്ടിപ്പോയ മെഷീൻ പാർട്ടൊക്കെ ജോയിൻ ചെയ്യിക്കാനായിട്ട് നമ്മൾ തെർമൈറ്റ് റിയാക്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അയേൺ അലൂമിനിയം, തെർമൈറ്റ് അയേൺ അലൂമിനിയം. അയേൺ ഓക്സൈഡിൻ്റെ കൂടെ അലൂമിനിയം റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച് ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് തെർമൈറ്റ് എന്ന് പറയുന്നത്. അയേൺ അലൂമിനിയമാണ് അവിടെയുള്ള കണക്ഷൻ. അപ്പോൾ വിച്ച് ടിപ്പിക്കൽ ഓക്സൈഡ്, ഏത് ഓക്സൈഡാണ്? അയേണിൻ്റെ ഓക്സൈഡാണ് അല്ലേ. അയേൺ ഓക്സൈഡാണ് നമ്മൾ അലൂമിനിയത്തിൻ്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ആസിഡ് ഡസ് നോട്ട് ഗീവ് ഹൈഡ്രജൻ ഗ്യാസ് വെൻ ട്രീറ്റിംഗ് ദ മെറ്റൽ ബിക്കോസ് ഓഫ് ഓക്സിഡൈസിങ് നേച്ചർ? സാധാരണ ആസിഡുകൾ മെറ്റലിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ തരും. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആസിഡ് മെറ്റലിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അത് ഹൈഡ്രജൻ ഗ്യാസിനെ തരില്ല. നൈട്രിക് ആസിഡാണ്. ഈ നൈട്രിക് ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അപ്പോൾ ആദ്യം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഗ്യാസിലേക്ക് ഓക്സിജൻ കൊടുത്ത് അയാൾ ഹൈഡ്രജനെ എന്താക്കി മാറ്റും? H2O ആക്കി മാറ്റും. ആകെ ഈ HNO3 റിയാക്ട് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്ന രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് മഗ്നീഷ്യം, ഒന്ന് മാംഗനീസ്. ഒന്ന് മഗ്നീഷ്യം. യെസ്. അപ്പോൾ നമ്മുടെ HNO3 എന്ന് പറയുന്നത് HNO3 നൈട്രിക് ആസിഡാണ്. HNO3 എന്ന് പറയുന്നത് നൈട്രിക് ആസിഡാണ്. ഇയാൾ എന്ത് ചെയ്യില്ല? ഇയാളൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഓക്സിജൻ കൊടുക്കുന്ന ആളാണ്, ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അപ്പോൾ ഇയാൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം H2O ഉണ്ടാവും. പക്ഷേ ആ H2Oയിലേക്ക് ഓക്സിജൻ ഇയാൾ കൊടുത്തതിന് ശേഷം അത് H2നെ H2O ആക്കി മാറ്റും, വാട്ടർ ആക്കി മാറ്റും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഹൈഡ്രജൻ അല്ല അവിടെ അൾട്ടിമേറ്റ്ലി ഉണ്ടാവുക, വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ മെറ്റൽസ് നൈട്രിക് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ അല്ല വാട്ടർ ആയിരിക്കും കിട്ടുക. കാരണം എന്താണ്? HNO3 ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ആകെ രണ്ട് മെറ്റൽസായിട്ട് മാത്രമേ ഈ പറഞ്ഞ നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുള്ളൂ. അത് ഏതൊക്കെയാണ്? മഗ്നീഷ്യം, മാംഗനീസ്. മഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. മഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. Magnesium and manganese react with very dilute HNO3 to evolve H2 gas എന്ന് NCERT പറയുന്നുണ്ട്. അപ്പോൾ വിച്ച് ആസിഡ് ഡസ് നോട്ട് ഗീവ് ഹൈഡ്രജൻ ഗ്യാസ് വെൻ ട്രീറ്റഡ് വിത്ത് മെറ്റൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓക്സിഡൈസിങ് നേച്ചർ? എന്താണ്? നൈട്രിക് ആസിഡ് അഥവാ HNO3. HNO3 ആണ് നമ്മുടെ ഉത്തരം.
ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോൺ മെറ്റാലിക് ഓക്സൈഡ് ആർ കൺസിഡേർഡ് അസിഡിക്. നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡുകൾ, അതായത് സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ കാർബണൊക്കെ നോൺ മെറ്റൽസ് ആണ്, അലോഹങ്ങളാണ്. ഇവരുടെ ഓക്സൈഡുകൾ അസിഡിക് ആണ്. അസിഡിക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അസിഡിക് അല്ല, വീക്കായിട്ടുള്ള ആസിഡാണ് ഈ പറഞ്ഞ നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ സംഭവിച്ച് ഒരു സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും, സാൾട്ടും വാട്ടറും. എന്നാൽ ആ സാൾട്ടിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വീക്കായിട്ടുള്ള ആസിഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാൾട്ടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബേസിക് ആയിട്ടുള്ള സാൾട്ടായിരിക്കും ഉണ്ടാവുക. ബേസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണല്ലോ, ഇപ്പോൾ ബേസിൻ്റെ സ്വഭാവമായിരിക്കും സാൾട്ടിന് ഉണ്ടാവുക, അതിൻ്റെ കൂടെ H2O. ഇനി നേരെ തിരിഞ്ഞ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഒരു വീക്കായിട്ടുള്ള ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ മികച്ചു നിൽക്കുന്നത് ആസിഡാണ്. അപ്പോൾ ആസിഡിൻ്റെ സ്വഭാവമായിരിക്കും എന്തിനുണ്ടാവുക? സാൾട്ടിനുണ്ടാവുക. അസിഡിക് ആയിട്ടുള്ള സാൾട്ടും അതിൻ്റെ കൂടെ വാട്ടറും ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നോൺ മെറ്റൽ ഓക്സൈഡുകൾ വീക്ക്ലി അസിഡിക് ആണ്. അതിൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ബേസിക് ആയിട്ടുള്ള സാൾട്ടാണ്. ഓപ്ഷൻ ബി. നിങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ടുള്ളൊരു സാൾട്ട് കിട്ടണമെങ്കിൽ ഒരു സ്ട്രോങ് ആസിഡിനെ സ്ട്രോങ് ആയിട്ടുള്ള ബേസുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ന്യൂട്രൽ pH ഉള്ള സാൾട്ടും അതിൻ്റെ കൂടെ വാട്ടറും കിട്ടും. ഇവിടെ എന്താണ് ആൻസർ? ബി ആണ്, ഓപ്ഷൻ ബി, ബേസിക്. അടുത്ത ചോദ്യം, വിച്ച് റോസ്റ്റിംഗ് ഓപ്പറേഷൻ ഷോൺ ബിലോ ബേൺസ് ഔട്ട് സൾഫർ ഫ്രം എ സൾഫൈഡ് ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ റോസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്, അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ആണ് അല്ലേ? ഓക്സിഡൈസിങ്, ഓപ്ഷൻ ഡി, ഓക്സിഡൈസിങ് ആണ്. The dash ores are converted to their respective oxide by the process of റോസ്റ്റിംഗ്. ശ്രദ്ധിക്കണം, സൾഫൈഡ് ആണ്, IDE, സൾഫൈറ്റ് അല്ല, തെറ്റിപ്പോകാൻ പാടില്ല. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ്. സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന ചൂടാക്കൽ പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽ ഈസ് പ്ലേസ്ഡ് ഹയസ്റ്റ് ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ്? PSC, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം. ഏറ്റവും ടോപ്പിലുള്ള ഒരാളാണ് സോഡിയം എന്ന് പറയുന്നത്, ഹൈയസ്റ്റ് സോഡിയം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ മെറ്റൽ? കൂട്ടത്തിൽ അലോഹം ഏതാണ്? സിങ്ക് മെറ്റലാണ്, കോപ്പർ മെറ്റലാണ്, ക്ലോറിൻ മെറ്റൽ അല്ല, മെർക്കുറി ലിക്വിഡ് ദ്രാവകാവസ്ഥയിലുള്ള മെറ്റലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗാൽവനൈസേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊട്ടക്ടിങ് സ്റ്റീൽ ആൻഡ് അയൺ ഫ്രം റസ്റ്റിംഗ് ബൈ കോട്ടിംഗ്. ഗാൽവനൈസേഷൻ എന്ന് എവിടെ കണ്ടാലും ഓർത്തിരിക്കുക, അവിടെ നമ്മൾ തുരുമ്പിനെ പ്രതിരോധിക്കുന്ന പ്രക്രിയയാണ്. സിങ്ക് വെച്ചാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. സിങ്ക് ഗാൽവനൈസേഷൻ സിങ്ക് എന്ന് ഓർത്തിരിക്കുക. ഗാൽവനൈസേഷൻ ഈസ് പ്രൊട്ടക്ടിങ് ദം വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക്. ഓക്കെ, NCERT ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട് മോസ്റ്റ് വിഗറസ്ലി വിത്ത് കോൾഡ് വാട്ടർ? റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നവരാണ് ഈ കോൾഡ് വാട്ടറുമായിട്ട്, തണുത്ത വെള്ളവുമായിട്ട് പോലും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന. ഓപ്ഷൻ സി, സോഡിയമാണ് ഉത്തരം. നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. പൊട്ടാസ്യം, സോഡിയം ഉള്ളവർ വയലൻ്റ് ആയിട്ട് കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. മഗ്നീഷ്യത്തിന് കോൾഡ് വാട്ടർ പോരാ, എന്ത് വേണം? ഹോട്ട് വാട്ടർ വേണം. അലൂമിനിയം, അയൺ, സിങ്കിന് കോൾഡും പോരാ, ഹോട്ടും പോരാ, എന്ത് വേണം? സ്റ്റീം വേണം, നീരാവി വേണം. ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയവ എന്തുമായിട്ട് റിയാക്ട് ചെയ്യില്ല? ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ യാതൊരു ഫോമുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നതുകൂടി മനസ്സിലാക്കി വെക്കുക. NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ നോൺ മെറ്റൽ? ഒരു അലോഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ ഒരു ചാലകമല്ല. ഓക്കെ, വൈദ്യുതിയുടെ ഒരു ചാലകമല്ല നോൺ മെറ്റൽ. മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട് മോസ്റ്റ് വിഗറസ്ലി വിത്ത് വാട്ടർ? രണ്ടാമതും ചോദിച്ചിരിക്കുകയാണ് ആ ചോദ്യം. സോഡിയം. ഓക്കെ. ഇൻ ഗാൽവനൈസേഷൻ പ്രോസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് യൂസ്? ഗാൽവനൈസേഷൻ കണ്ടാൽ ഉടനെ തന്നെ ഓർത്ത് വെക്കുക, സിങ്ക് ആണ്. സിങ്ക് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. യെസ്. അപ്പോൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്.
PDF കിട്ടാനായിട്ട് ഗ്രൂപ്പിൽ സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇനിയും വീഡിയോസുമായിട്ട് വരുന്നതാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.